ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പം കുറച്ച് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോവാട്ടോ. അപ്പോൾ നമ്മുടെ പെരുമ്പാവൂരിലെ ക്രിസ്റ്റലിലാട്ടോ പോകുന്നത്. മാളൂട്ടീനെ ട്യൂഷനാക്കിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അതാ നമ്മൾ ക്രിസ്റ്റലിൻ്റെ വാതിക്കലെത്തിയിട്ടോ. ഇതാ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടോ, നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയില്ലേ. അപ്പോൾ അതാ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം ഫ്രണ്ടിലിരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെന്താ പുൽക്കൂട് വരെ അവർ ഉണ്ടാക്കി, ഉണ്ണിയേശുവിന് വരെ വെച്ചകത്ത്. അപ്പം അതിൻ്റെ സെറ്റിങ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ കാണിക്കാനായിട്ടാട്ടോ അതൊക്കെ വെച്ചത്. നല്ല ഭംഗിയുള്ള ട്രീ ഉണ്ട്, ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ്റെ മുഖംമൂടിയുണ്ട്, അങ്ങനെ സ്റ്റാർസ് ഉണ്ട്, സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ക്രിസ്മസിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ പെരുമ്പാവൂരുള്ള ക്രിസ്റ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പർച്ചേസിങ് ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഐറ്റംസ് പോയി എടുത്തതാണ്. അപ്പം തീർന്ന ഐറ്റംസ് എടുക്കാനായിട്ടാട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാ ചേട്ടായിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി എടുക്കാം കേട്ടോ. കാരണം അവരോട് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം പറയാത്തതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് എടുക്കാനും പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ട് ചേട്ടായി നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കി നോക്കി പോകാട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോവാട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താ ലോഷൻ്റെ സെക്ഷന്, പിന്നെ വിമ്മിൻ്റെ ഓയില്, പിന്നെ ഇവിടെ സാമ്പ്രാണിത്തിരി സെക്ഷൻസ്, അങ്ങനെ കുറേ ഓരോ സെക്ഷനായിട്ട് സെക്ഷൻ ബൈ ആയിട്ടോ. ഞാൻ ചേട്ടായിട്ട് ചോദിക്കണത് എന്നാന്നറിയോ, ഈ വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടോയെന്നാണ് ചോദിക്കണം. എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, പക്ഷെ ഓണാക്കിയല്ലോ എന്ന് അറിയണ്ടേ. ഇതൊക്കെ ഈ സെക്ഷൻ മൊത്തം നമ്മുടെ പാത്രം കഴുകുന്ന സ്ഥലം കേട്ടോ. പാത്രം കഴുകുന്ന സോപ്പിൻ്റെ സെക്ഷൻ, അങ്ങനെ സോപ്പ് ഓയിൽ അങ്ങനെയുള്ളത്. ഇവിടെയൊക്കെ സോപ്പ് പൊടിയുടെ സെക്ഷൻ ഉണ്ട്. ഏരിയയിൽ സോപ്പ് പൊടി ഏരിയലിൻ്റെ സോപ്പ് പൊടി ഞാൻ എടുത്തതെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും സോപ്പ് പൊടി ഞാൻ എടുത്തു. അപ്പോൾ നമ്മളിത് ഒന്തുകൊണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് പേസ്റ്റ് എടുക്കണമായിരുന്നു. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ പേസ്റ്റേ വാങ്ങത്തുള്ളൂ, കാരണം മാളുവിനെ പേടിച്ച് ഞാൻ ചെറിയ പേസ്റ്റേ വാങ്ങത്തുള്ളൂ. മാളു അത് മൊത്തം ജെല്ലി പോലെ ആക്കാനായിട്ട് അത് മുഴുവൻ ഇങ്ങനെ ഞെക്കി പീച്ചെടുത്ത് നമ്മൾ പാത്രത്തിലൊക്കെ എടുത്ത് കലക്കും സോപ്പ് പൊടിയൊക്കെ ഇട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിന് പേസ്റ്റും പൗഡറും ഒക്കെ ചെറുതാണ് വാങ്ങിക്കത്തുള്ളൂ. പൗഡറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസമുള്ളൂ. മാളു എല്ലാം കുടഞ്ഞ് കളഞ്ഞ് അത് മുഴുവൻ വെള്ളത്തിൽ ഒഴിക്കുകയോ എന്താണ്ടൊക്കെ കാണിക്കുന്ന കാണാം. അതുകൊണ്ട് ഞാൻ ചെറിയ സോപ്പായാലും സോപ്പ് പൊടി ആയാലും എല്ലാം എടുത്ത് അവൾ കളയും. അങ്ങനത്തെ സോപ്പ് വാങ്ങിക്കാണ്ടായി, സോപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഓരോ ഐറ്റംസ്, തീർന്ന ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി പോവാട്ടോ. ഇത് പൗഡർ സെക്ഷനാണ്. ഓരോ സെക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്ത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കണമായിരുന്നു. വെളിച്ചെണ്ണ 1 കിലോയ്ക്ക് 229 രൂപ അങ്ങനെ സംതിങ് ആയി കേട്ടോ. ഞാൻ 185 രൂപ, പല വിലയുടെ ആയിട്ട് സെക്ഷനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ 185 ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ പയർ, പരിപ്പ്, കടല, ഉഴുന്ന് അങ്ങനെയുള്ള സെക്ഷൻസ് ആട്ടോ ഈ ഇരിക്കുന്നത്. അതാ നമ്മൾ പരിപ്പാട്ടോ നോക്കുന്ന. പരിപ്പ് ഇവിടെ കാണാനില്ല, പരിപ്പ് തീർന്നു പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി പറയുന്നുണ്ട് എന്താ വാങ്ങിക്കണേ, ചെറുപയർ വാങ്ങിക്കാൻ പറയും. ചെറുപയർ എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും വല്ലപ്പോഴും കൂട്ടുമ്പോൾ അതൊരു ടേസ്റ്റായിരിക്കും. എപ്പോഴും കൂട്ടുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് വേണോ പയർ വേണോ എന്ന് കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ പയർ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ വെച്ച്, പരിപ്പ് അവിടെ തീർന്നു പോയതുകൊണ്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി നോക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്തംഭിച്ചിരുന്നു. അങ്ങനെ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഓരോ സാധനത്തിന് വില കൂടിയത് നോക്കുക കേട്ടോ. എല്ലാത്തിനും നമുക്ക് വില കൂടി കേട്ടോ. എല്ലാ ഐറ്റംസിനും വില കൂടി. കാരണം ഞാനിപ്പം എടുത്ത സോപ്പ് നേരത്തെ ക്യൂട്ട് ചെയ്ത ബ്യൂട്ടിക്ക് നേരത്തെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതിന് 28 രൂപയായി. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും വില കൂടി. അപ്പോൾ പഞ്ചസാര ഇരിക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്റ്റലിൻ്റെ ഓഫർ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് അനുസരിച്ച് ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഓഫറുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ ആ സമയത്തൊന്നും പോവാറില്ല. ഇതിനകത്തും ക്രിസ്മസിൻ്റെ ട്രീകൾ, സ്റ്റാർസ്, ബൾബ്, LED ബൾബുകൾ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ.
പുതിയ ഐറ്റംസ് വന്നതാണ് ഇവിടെ. ക്രിസ്മസ് പ്രമാണിച്ച് നിങ്ങൾക്ക് ക്രിസ്റ്റലിൽ പോയി ഇതെല്ലാം പർച്ചേസ് ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്നവരാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ്, പെരുമ്പാവൂർ ക്രിസ്റ്റലാട്ടോ. അപ്പോൾ ഓരോ ഇതുണ്ട്, പുൽക്കൂടൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബില്ലടിക്കാനായിട്ട് ഫ്രണ്ടിൽ ക്യൂ നിൽക്കുക കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ്നസ്, പിസ്ത അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഓഫർ പ്രൈസ് ഉണ്ട്. നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്കിത് ഫസ്റ്റ് കയറുന്ന പ്ലേസിൽ തന്നെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ച് പോകുന്നു, വീട്ടിൽ കൊണ്ട് വെച്ചിട്ട സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട്. നമ്മൾ പച്ചക്കറി കടയിൽ കയറി കുറേ ഐറ്റംസ്, അതായത് ഈ ആഴ്ചത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ സാമ്പാർ കൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ, നെല്ലിക്ക അങ്ങനെയൊക്കെ സാധനങ്ങൾ, കുറച്ച് പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ഫ്രഷ് സാധനങ്ങൾ, അതായത് കൂർക്കിയിരിക്കുന്നുണ്ട്. പിന്നെ കോവയ്ക്ക, പിന്നെന്താ ക്യാബേജ്, പാവയ്ക്ക, നാരങ്ങ, നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്, പഴം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന മാളൂസിന് ബുക്ക് സ്റ്റാളിൽ കയറി. ബുക്ക് സ്റ്റാളിൽ കയറി അവർക്ക് ഇന്ന് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഇതുള്ളത് കൊണ്ട് നമുക്ക് ചാർട്ട് പേപ്പറും ബുക്സും പശയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ചാർട്ട് പേപ്പർ എവിടെയാന്ന് തപ്പി എടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ചാർട്ട് പേപ്പർ കിട്ടി. അപ്പോൾ എനിക്ക് കൈ എത്തത്തില്ല, അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് എടുത്തു. അപ്പം 3-4 ചാർട്ട് പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇവിടെ നമ്മൾ ക്രിസ്റ്റൽ അത് ഇവിടെ പോവേണ്ടി വരും. അതുകൊണ്ട് ബുക്ക് സ്റ്റാളിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബുക്ക് സ്റ്റാളാട്ടോ. അവിടെ കയറി കൊച്ചിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് 2 ബുക്ക് വാങ്ങിക്കണമായിരുന്നു, പെൻസില്, പിന്നെന്താ ചാർട്ട് പേപ്പർ, പശയൊക്കെ മേടിച്ച ഒരു ദിവസമുള്ളൂ, മുഴുവൻ ഒഴിച്ച് അവിടെ ഇവിടെയൊക്കെ തൂത്ത് വയ്ക്കും. നമുക്കെന്നും ഇത് പെറുക്കാനും തുടയ്ക്കാനും നേരം ഉണ്ടാവുള്ളൂ. എല്ലാം വെട്ടിപ്പറിച്ചിടും. ശനിയും ഞായറും ഇരുന്ന ഫുൾ പേപ്പറായിരിക്കും പെരയ്ക്കകത്ത് മൊത്തം. അങ്ങനെ ഇവിടെ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പെൻസില്, അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പെൻസിലുകളും, കാർട്ടൂണിൻ്റെ പെൻസിലുകൾ, പേനകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്കിവിടെ ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി നേരെ ഓപ്പോസിറ്റുള്ള ബുക്ക് സ്റ്റോളിൽ. അങ്ങനെ അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതുകൊണ്ടോ എല്ലാ സാധനങ്ങളും നല്ല രസമാണ് കേട്ടോ കാണാൻ. പിള്ളേർ കയറി ചെന്നാൽ അവർക്കിതെല്ലാം വേണമെന്ന് പറയും. അതുകൊണ്ട് മാളുവിനെ കൊണ്ടുപോയില്ല, മാളുവിന് ട്യൂഷനാക്കിയിട്ട് ഞങ്ങൾ പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ മുറത്തിലിട്ടിട്ട് അതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്, ഫ്രിഡ്ജ് നേരത്തെയൊക്കെ വൃത്തിയാക്കി ഞാൻ വയ്ക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം അടുക്കി പെറുക്കി വെച്ചു, എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.